പ്രൈസ് ദി ലോർഡ്. എല്ലാ ഗുഡ്നസ് ടി വി പ്രേക്ഷകരെയും നോമ്പുകാല ചിന്തകൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. സ്നേഹമുള്ളവരെ, നമുക്കറിയാം കത്തോലിക്ക സഭയിലെ പ്രധാനമായിട്ടും 2 നോയമ്പ് കാലങ്ങളാണ് ആചരിക്കുക. ഒന്ന് നമുക്കറിയാം, ക്രിസ്മസ് 25 നോയമ്പ് നമ്മൾ ആഘോഷിക്കുന്നു. രണ്ടാമതായിട്ട് ഈസ്റ്ററിന് ഒരുക്കമായിട്ട് വലിയ നോയമ്പ് അല്ലെങ്കിൽ 50 നോയമ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നോമ്പ് കാലങ്ങൾ ആചരിക്കുന്നുണ്ട്. ഈ നോമ്പ് ആചരണത്തിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും പലരും ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ: മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുക. അല്ലെങ്കിൽ മദ്യമൊക്കെ ഉപയോഗിക്കുന്ന വ്യക്തികളാണെങ്കിൽ കുറച്ച് നാളത്തേക്ക് 50 ദിവസത്തേക്ക് അല്ലെങ്കിൽ 25 ദിവസത്തേക്കൊക്കെ മദ്യം ഉപേക്ഷിക്കുക. അങ്ങനെയൊക്കെയാണ് പലരും നൊയമ്പ് കാലങ്ങൾ ആചരിച്ചു വരുന്നത്. പ്രിയമുള്ളവരെ, എന്നാൽ ഈ ആചരണ കാലത്തും പലരുടെ മനസ്സിൽ പല പ്രാർത്ഥന നിയോഗങ്ങളോട് കൂടെയാണ് ഈ നൊയമ്പൊക്കെ ആചരിക്കുന്നത്. മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ചിട്ട് പലരും പല കാര്യസാധ്യത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. മദ്യം ഉപേക്ഷിച്ചിട്ട് പലരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. പക്ഷേ പലപ്പോഴും നമ്മൾ കാണുന്നൊരു കാര്യം ഇത്രയേ ഉള്ളൂ: ഈ 50 ദിവസം അല്ലെങ്കിൽ 25 ദിവസമൊക്കെ മദ്യവും മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ചിട്ട് അതിനുശേഷം വരുന്ന ദിവസങ്ങളിൽ വീണ്ടും പഴയ പോലെ തന്നെ അവരുടെ ജീവിതങ്ങൾ പോകുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കണം, വേണ്ട എന്ന് ഒരിക്കലും പറയുകയില്ല. നമ്മൾ നൊയമ്പെടുത്ത് പ്രാർത്ഥിക്കണം, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വചനങ്ങളിലൂടെ നമുക്ക് വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. എപ്രകാരമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്ന്. നൊയമ്പെടുത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിലും നമ്മൾ ഈ വചനമനുസരിച്ച് ദൈവം തിരുവചനത്തിലൂടെ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ അതനുസരിച്ചായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പ്രധാനമായിട്ടും ഇപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഒരു തിരുവചനം ഇതാണ്. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം 17-ാമത് തിരുവചനം. വചനം ഇപ്രകാരമാണ് പറയുക: ദൈവത്തിൻ്റെ നിയോഗവും വിളിയും അനുസരിച്ച് ഓരോരുത്തരും ജീവിതം നയിക്കട്ടെ. ദൈവത്തിൻ്റെ വിളിയും നിയോഗവും അനുസരിച്ച് ഓരോരുത്തരും ജീവിതം നയിക്കട്ടെ. ഈ നൊയമ്പ് കാലത്ത് നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് ചിന്തിക്കാം. ദൈവത്തിൻ്റെ വിളി എന്താണ്? ദൈവത്തിൻ്റെ നിയോഗം എന്താണ്? ദൈവത്തിൻ്റെ വിളിയും നിയോഗവും അനുസരിച്ച് ഓരോരുത്തരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്നാണ് തിരുവചനങ്ങളിലൂടെ വിശുദ്ധ പൗലോസ്ലീഹ നമ്മളോട് പറയുന്നത്. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ വിളി എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ ജെറമ്യ പ്രവചനം 29:11 നമുക്കെല്ലാവർക്കും അറിയുന്നൊരു തിരുവചനമാണ്: നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നമ്മൾ നൊയമ്പെടുത്തൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടത് എന്താണ് ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി. ആ പദ്ധതി അനുസരിച്ച് അതാണ് ദൈവത്തിൻ്റെ വിളി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിയോഗം എന്നൊക്കെ പറയുന്നത്. ആ പദ്ധതി നമുക്ക് വെളിപ്പെടുത്തി കിട്ടുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വീണ്ടും വചനപ്രകാരമാണ് പറയുക. 1 കൊറിന്തോസ് 7-ാം അധ്യായം 24-ാമത് തിരുവചനം. വചനം ഇപ്രകാരമാണ് പറയുന്നത്: ഏതവസ്ഥയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടുവോ ആ അവസ്ഥയിൽ ദൈവത്തോടൊത്ത് നിലനിൽക്കുവിൻ. ഏതവസ്ഥയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടുവോ ആ അവസ്ഥയിൽ ദൈവത്തോടൊത്ത് നിലനിൽക്കുവിൻ. നമ്മൾ ഈ നൊയമ്പൊക്കെ ആചരിച്ചിട്ട് മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ മദ്യം ഉപേക്ഷിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പഴയ അവസ്ഥയിലേക്ക് കടന്നു വരുന്നു. അതല്ല ദൈവം ആഗ്രഹിക്കുക. നമ്മൾ എന്നും ദൈവത്തോടൊപ്പം നിലനിൽക്കണം. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഈ നൊയമ്പ് കാലത്ത് നമ്മൾ നൊയമ്പൊക്കെ ആചരിക്കുന്നത് നല്ല കാര്യം. ഈ നൊയമ്പൊക്കെ ആചരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മറക്കാതിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്: നമ്മൾ ദൈവത്തോടൊപ്പം നിലനിൽക്കണം. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ,
ദൈവത്തോടൊപ്പം നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലായി എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കുക. സ്നേഹമുള്ളവരെ, എനിക്ക് വളരെ അടുത്തൊരു സുഹൃത്തുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മദ്യപാനിയാണ്. പക്ഷേ എല്ലാ വർഷവും 25 നോയമ്പിനും 50 നോയമ്പിനും പുള്ളിക്കാരൻ മദ്യം ഉപേക്ഷിക്കും, മദ്യം തൊടുകയില്ല. പക്ഷേ അത് കഴിഞ്ഞാൽ 50 നോയമ്പ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്രിസ്മസ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ ചെല്ലുകയാണ്. ഈ നോയമ്പ് ആചരിക്കുന്ന സമയത്ത്, മദ്യം ഉപേക്ഷിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞ മാതിരി തന്നെ പല പ്രാർത്ഥന നിയോഗങ്ങളും അദ്ദേഹം പറയാറുണ്ട്. പക്ഷേ ഈ പ്രാർത്ഥന നിയോഗങ്ങൾ നടത്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ 50 ദിവസം അല്ലെങ്കിൽ 25 ദിവസം ഈ മദ്യം ഉപേക്ഷിക്കുന്നത്. ആ പ്രാർത്ഥന നിയോഗങ്ങൾ നടത്തി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അത് കഴിയുമ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോവുകയാണ്. അതുകൊണ്ട് കർത്താവ് നമ്മളോട് പറയുകയാണ്, ദൈവത്തിൻ്റെ വിളിയും നിയോഗവും അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. ദൈവത്തിൻ്റെ വിളിയും നിയോഗവും അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോഴേ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ, ദൈവം എപ്രകാരമാണ് ഒരു നോയമ്പുകാലം നമ്മൾ ആചരിക്കണം, അല്ലെങ്കിൽ ദൈവം എപ്രകാരമാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടതെന്ന് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും കർത്താവ് ഒരിക്കലും നമ്മളൊരു 25 നോയമ്പോ 50 നോയമ്പോ മാത്രം ആചരിക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുക നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും, എല്ലാ നിമിഷവും, എല്ലാ സമയവും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുക. വീണ്ടും നമ്മൾ തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ സങ്കീർത്തനങ്ങൾ 62 സങ്കീർത്തനം 1-2 തിരുവചനങ്ങൾ ഇപ്രകാരമാണ് പറയുക: ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടെ നിന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്. അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശലയും കോട്ടയും, ഞാൻ കുലുങ്ങി വീഴുകയില്ല. ദൈവത്തിൽ മാത്രമാണ് എൻ്റെ ആശ്രയം. ദൈവത്തിൽ മാത്രമായിരിക്കണം നമ്മുടെ ആശ്രയം. നമ്മൾ എന്തൊക്കെ നോയമ്പെടുത്താലും ദൈവത്തിലുള്ള ആശ്രയം, ദൈവാശ്രയം ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കാൻ പാടുകയില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഒരു സുഹൃത്ത് 25 ദിവസം 50 ദിവസം മദ്യം ഉപേക്ഷിക്കുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഈ 50 ദിവസവും 25 ദിവസവും മദ്യം ഉപേക്ഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില പ്രാർത്ഥന നിയോഗങ്ങളുണ്ട്, ചില പ്രാർത്ഥനകളുണ്ട്. അത് നടത്തി കിട്ടുവാൻ വേണ്ടി മാത്രമാണ് ഈ മദ്യപാനം ഉപേക്ഷിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ പൂർവാധികം ശക്തിയോടുകൂടി തന്നെ വീണ്ടും പുള്ളി മദ്യപാനത്തിലേക്ക് അല്ലെങ്കിൽ ആ മദ്യപാന സ്വഭാവത്തിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ടാണ് പറയുക, ദൈവം ആഗ്രഹിക്കുന്നത് എപ്രകാരമാണ് എന്ന് നമ്മൾ ഈ നോയമ്പ് കാലത്ത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്താണ് ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുക? ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് നമ്മൾ ഈ നോയമ്പ് കാലത്ത് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ടത്, അല്ലെങ്കിൽ ധ്യാനിക്കേണ്ടത്. നമുക്കറിയാം, പല പള്ളികളിലും ഈ നോയമ്പ് കാലത്തൊക്കെ നോയമ്പുകാല ധ്യാനങ്ങൾ നടത്താറുണ്ട്. പല ധ്യാന മന്ദിരങ്ങളിലും നോയമ്പുകാല ധ്യാനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഈ ധ്യാനത്തിനൊക്കെ പോകുന്ന പല വ്യക്തികളെ പിന്നീട് കാണുമ്പോൾ ആ ധ്യാനത്തിന് പോകുന്നു, 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം ധ്യാനിക്കുന്നു, നോയമ്പുകാല ധ്യാനം കൂടുന്നു, തിരിച്ചു വരുന്നു. തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീണ്ടും പഴയപടിയാകുകയാണ്. പല പള്ളികളിലും ഇന്ന് നോയമ്പുകാല ധ്യാനങ്ങളൊക്കെ നടത്തുന്നത് ഒരു കടമ നടത്തുന്ന പോലെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം പള്ളിയിലത്തെ ഷെഡ്യൂള് അല്ലെങ്കിൽ ടൈം ടേബിളിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിൽപ്പെട്ട ഒന്നാണ് നോയമ്പുകാല ധ്യാനം. ഈ നോയമ്പുകാല ധ്യാനം അതുപോലെ ആ ഷെഡ്യൂൾ അനുസരിച്ച് നടത്തുന്നു, ഇടവകക്കാർ വരുന്നു, കൂടുന്നു. അതിലപ്പുറത്തേക്ക് അത് കഴിഞ്ഞാൽ, ഈ ധ്യാനം കഴിഞ്ഞാൽ അതിനൊരു ഫോളോ അപ്പ് ഇന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ളൊരു സത്യം. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ പള്ളികളിലൊക്കെ ഈ നോയമ്പുകാല ധ്യാനങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ അതിന് വ്യക്തമായിട്ടൊരു ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ധ്യാനം വിജയിച്ചു അല്ലെങ്കിൽ ആ ധ്യാനത്തിന് പങ്കെടുത്ത വ്യക്തികൾക്ക് അവരുടെ ജീവിതങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ധ്യാനം കൊണ്ടൊക്കെ പ്രയോജനമുള്ളൂ. വീണ്ടും നമ്മൾ തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ 1 കൊറിന്ത്യസ് 15:10 ഇപ്രകാരമാണ് പറയുക: ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ, എൻ്റെ ഇന്നത്തെ അവസ്ഥ,
എന്താണ് എൻ്റെ ഇന്നത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൈവകൃപയാലാണ് ഞാൻ ഈ അവസ്ഥയിലായിരിക്കുന്നത്. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ വളരെ സന്തോഷപൂർവ്വമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും. ഒരു പക്ഷെ ഞാൻ ചിന്തിക്കുകയാണ്, എൻ്റെ ഇന്നത്തെ അവസ്ഥ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതമല്ല, അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ജോലിപരമായിട്ട് എനിക്ക് പല പ്രശ്നങ്ങളുമുണ്ട്. ഇത്തരത്തിലൊക്കെയുള്ള ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ മനസ്സിലേക്കൊരു ആഗ്രഹം വരും, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കും ഇത് ദൈവം എനിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എന്ന്. പക്ഷെ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നമ്മൾ ഇന്ന് ഏതവസ്ഥയിലായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. ദൈവകൃപയാലാണ് ഏതവസ്ഥയിലും, നമ്മുടെ ദുഃഖത്തിൻ്റെ അവസ്ഥയായാലും സഹനത്തിൻ്റെ അവസ്ഥയായാലും രോഗത്തിൻ്റെ അവസ്ഥയായാലും എന്തൊക്കെ അവസ്ഥയായാലും അതിന് പുറകിൽ ദൈവത്തിന് വ്യക്തമായിട്ടുള്ള ഒരു പദ്ധതിയുണ്ട്, അല്ലെങ്കിൽ ഒരു പ്ലാനുണ്ട്. അതനുസരിച്ച് തന്നെയായിരിക്കും ദൈവം നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എന്തായിരിക്കുന്നുവോ, ദുഃഖമാകട്ടെ സന്തോഷമാകട്ടെ സഹനമാകട്ടെ എന്ത് തന്നെയായാലും അത് ദൈവകൃപയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു മേഖലയാണ് എന്നെ ദൈവകൃപയിൽ വളർത്തണമേ എന്ന്. ദൈവകൃപയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യാചിച്ച് പ്രാർത്ഥിക്കേണ്ടത്. ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രത്യേക നിയോഗം വെക്കേണ്ട കാര്യമില്ല. കാരണം ദൈവത്തിൻ്റെ കൃപ എന്താണ്? ദൈവമേ അതെനിക്ക് തരണമേ എന്ന് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുള്ളൂ. പ്രത്യേക ഒരു നിയോഗം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിനറിയാം എനിക്ക് അല്ലെങ്കിൽ നിനക്ക് എന്താണ് വേണ്ടതെന്ന്. നമ്മേക്കാൾ കൂടുതൽ അറിയുന്ന നല്ലവനായ ദൈവം നമ്മുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു വന്ന് അവിടുത്തെ കൃപ നമ്മുടെ ഓരോരുത്തരുടെ മേൽ ചൊരിഞ്ഞ് നമ്മളെ അനുഗ്രഹിക്കുമെന്ന് നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് സന്തോഷത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് വചനം വീണ്ടും ഞാൻ പറയുകയാണ്, നമ്മൾ എന്തവസ്ഥയിലായിരുന്നാലും അത് ദൈവകൃപയാലാണ്. ദൈവകൃപയാലാണ് ദൈവം നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുക. നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥന നിയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ, ദൈവമേ അവിടുത്തെ കൃപയനുസരിച്ച്, അല്ലെങ്കിൽ അവിടുന്ന് ആഗ്രഹിക്കുന്നതനുസരിച്ച്, അവിടുന്ന് എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണെങ്കിൽ അതനുസരിച്ച് എന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുള്ളൂ. ഈ കാര്യം നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം തീർച്ചയായിട്ടും നമ്മുടെ ഇടയിലേക്ക് അനുഗ്രഹമായിട്ട് കടന്നു വരുമെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. വീണ്ടും നമ്മൾ വചനത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഹെബ്രായർ ലേഖനം 13-ാം അധ്യായം 5-ാമത് തിരുവചനം. ഹെബ്രായർ ലേഖനം 13:5 ഇപ്രകാരമാണ് പറയുക, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വളരെ വ്യക്തമായൊരു വചനമാണ്. വചനം പറയുകയാണ്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവാനായിട്ട് അതാണ് നമ്മൾ പഠിക്കേണ്ട കാര്യം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക, അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുക. ദൈവം നമുക്ക് തരുന്നത് അത് ദൈവകൃപയാലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ദൈവകൃപയാൽ ദൈവം നമുക്ക് തരുന്ന കാര്യങ്ങൾ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഉള്ളതുകൊണ്ട് എന്താണ് ദൈവം നമുക്ക് തരുന്നത്? ഒരു പക്ഷേ നമുക്ക് ധാരാളം സ്വത്തുണ്ടായിരിക്കുകയില്ല, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ജോലി ഉണ്ടായിരിക്കുകയില്ല, അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മക്കളെ കെട്ടിച്ചു വിടേണ്ടൊക്കെ ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വിവാഹ ബന്ധത്തിലേക്ക് കടത്തുവാനായിട്ട് നമുക്ക് സാധിക്കാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാകാം. പക്ഷെ ദൈവം പറയുകയാണ്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. എന്താണ് നിനക്ക് ഞാൻ തരുന്നത്? അതുകൊണ്ട് തൃപ്തിപ്പെടുക. ഉള്ളതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെടുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പിന്നീടുള്ള നമ്മുടെ കാലഘട്ടത്തിൽ അതുകൊണ്ടുള്ള വലിയ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു പക്ഷേ ഒരു ചെറിയ ജോലിയായിരിക്കാം എനിക്ക് ആദ്യം ലഭിക്കുക. ഈ ചെറിയ ജോലി നമുക്ക് ലഭിക്കുമ്പോൾ ഞാൻ അതിന് മുകളിലേക്ക് നോക്കും, എൻ്റെ മുകളിൽ ജോലി ചെയ്യുന്ന ആളുകളെ നോക്കും. ഇതൊക്കെ വെച്ച് ആ ജോലിയിൽ ഞാൻ അല്ലാത്ത ഒരു അവസ്ഥ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. പക്ഷേ ആ ജോലിയിൽ ദൈവം പടിപടിയായി
നമ്മളെ ഉയർത്തും എന്നൊരു വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സന്തോഷിക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, എൻ്റെ വ്യക്തിപരമായ ജീവിതം തന്നെ പറയുകയാണെങ്കിൽ, ഞാൻ ഒരു സ്ഥാപനത്തിൽ ഒരു ക്ലർക്കായിട്ടാണ് ജോലിക്ക് കയറിയത്. അന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എൻ്റെ മുകളിൽ ജോലി ചെയ്യുന്ന പല വ്യക്തികളും, ഒരു പക്ഷേ ചീഫ് മാനേജർമാരുണ്ട്, മാനേജർമാരുണ്ട്, അങ്ങനെ പല വിധത്തിലും ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് അന്ന് തോന്നിയിട്ടുണ്ട്, എന്തുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് എത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഒരു ക്ലർക്കായിട്ടാണ് ഞാൻ ജോലിക്ക് കയറിയത്, ഓഫീസറായിട്ട് ജോലിക്ക് കയറുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ദൈവം പടിപടിയായി എന്നെ ഉയർത്തിക്കൊണ്ട് എന്നെ എൻ്റെ ജോലിയിൽ നിന്ന് എനിക്ക് റിട്ടയർ ചെയ്യാനായിട്ട് ദൈവം എന്നെ അനുവദിച്ചത് ഒരു AGM വരെ ഉയർത്തിയിട്ടാണ്. സ്നേഹമുള്ളവരെ, ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമ്മുടെ കാര്യങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്നതിൽ അപ്പുറം അവിടുന്ന് ഇടപെടും, നമ്മുടെ പടിപടിയായി അവിടുന്ന് ഉയർത്തും എന്ന കാര്യത്തിൽ നമുക്ക് ഒരു സംശയവും വേണ്ട. പ്രിയമുള്ളവരെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ദൈവത്തിൻ്റെ നിയോഗം എന്താണ് എന്ന്, ദൈവത്തിൻ്റെ വിളി എന്താണെന്ന് അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ അറിയാത്ത രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിൽ തന്നെ ദൈവം നമ്മളെ പടിപടിയായിട്ട് ഓരോ മേഖലകളിലും ഉയർത്തിക്കൊണ്ടുവരും. ഓരോ മേഖലകളിലും ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ, ഞാനൊരു കാര്യം ആദ്യം പറഞ്ഞു, പലപ്പോഴും ചിലർക്ക് മക്കളുടെ കല്യാണ കാര്യങ്ങൾ അവരാഗ്രഹിക്കുന്ന രീതിയിൽ, ഒരു പക്ഷേ നല്ല ജോലിയുള്ള ഒരു പയ്യനായിരിക്കാം അവർ ആഗ്രഹിച്ചിരിക്കുക, അല്ലെങ്കിൽ നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു വീട്ടിലേക്ക് വിടണമെന്ന് ആഗ്രഹിച്ചിരിക്കുക. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് പോലും അവർക്ക് പലപ്പോഴും അത്തരത്തിലുള്ള കല്യാണങ്ങൾ നടത്തിക്കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥ വരുമ്പോൾ വളരെ വിഷമിച്ചിട്ടൊക്കെയാണ് പല വ്യക്തികളും മക്കളുടെ വിവാഹമൊക്കെ നടത്തി കൊടുക്കുക. എന്നാൽ ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ എത്ര ചെറിയ ഒരു ജോലിക്കാരനാണോ, അല്ലെങ്കിൽ എത്ര സാമ്പത്തികമായിട്ട് അധികം ഉയർച്ചയില്ലാത്തൊരു വീട്ടിലേക്കൊക്കെയാണോ അവർ മകളെ കെട്ടിച്ചു വിട്ടിരിക്കുന്നത് എങ്കിൽ പോലും അവിടെ നിന്ന് നമുക്ക് കാണാം പടിപടിയായിട്ട് അവരെ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ഓരോ ഉന്നതികൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും ആ ഭവനം ഉയർന്നു പോകുന്നതൊക്കെ നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുക, സ്നേഹമുള്ളവരെ, നമ്മൾ ദൈവത്തിൻ്റെ നിയോഗവും വിളിയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദൈവ നിയോഗത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ വിളിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. സ്നേഹമുള്ളവരെ, കുറച്ച് മുൻപ് ഒരു സഹോദരി ഒരിക്കൽ പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വരികയാണ്. മകനെയും കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുമ്പോൾ ഈ സഹോദരിക്ക് കുറേ പ്രാർത്ഥന നിയോഗങ്ങളുണ്ട്. ഈ മകനെക്കുറിച്ച് കുറേ നിയോഗങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഞാൻ ഈ സഹോദരിയോട് ചോദിച്ചു, ഇത്രയൊക്കെ നിയോഗങ്ങൾ നിങ്ങൾക്ക് ഈ മകനെക്കുറിച്ചുണ്ട്, അല്ലെങ്കിൽ ഇത്രയൊക്കെ ആഗ്രഹങ്ങൾ ഈ മകനെക്കുറിച്ചുണ്ട്, ഈ ആഗ്രഹങ്ങളൊക്കെ ദൈവം നടത്തി തരും എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല സഹോദര, എനിക്കത് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വന്നിരിക്കുക, അല്ലെങ്കിൽ ഈ ധ്യാനത്തിനായിട്ട് കടന്നു വന്നിരിക്കുക. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തുകൂടെ? നിങ്ങൾക്ക് വിശ്വാസമുള്ള, അല്ലെങ്കിൽ ഈ മകനെക്കുറിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തി കിട്ടുമെന്ന് വിശ്വാസമുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് പ്രാർത്ഥിച്ചാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ ഈ സഹോദരി പറഞ്ഞ കാര്യം ഇതാണ്. അവരുടെ അയൽവക്കത്ത് ഒരു കുട്ടിയുണ്ട്. അവൻ പഠിക്കുന്ന രീതിയിൽ ഇവൻ പഠിക്കുന്നില്ല. അവന് ക്ലാസ്സിൽ ഫസ്റ്റാണ്, ഇവനാണെങ്കിൽ പല കാര്യങ്ങളിലൊക്കെ ജസ്റ്റ് പാസ്സായിട്ടൊക്കെ പോവുകയാണ്. അതുകൊണ്ട് എനിക്ക് അത് പറ്റില്ല, അവൻ്റെ മാതിരി എൻ്റെ മകനുമാകണം, അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇത് തന്നെയാണ് നമുക്ക് പലപ്പോഴും പറ്റുന്ന, ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും പലർക്കും പറ്റുന്ന ഒരു തെറ്റാണിത്. കാരണം നമ്മൾ മറ്റുള്ളവരെ നോക്കിയിട്ടാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ പലപ്പോഴും തീരുമാനിക്കുക. മറ്റുള്ളവർക്ക് എന്തുണ്ടോ അതെനിക്കും വേണം, അതല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ, എൻ്റെ ജീവിത വിജയത്തിന് വേണ്ടി എന്തൊക്കെ തരുവാനാണ് അവിടുന്ന് ആഗ്രഹിക്കുക, അത് എനിക്ക് തരണം. അത്രയേ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ ജീവിത നിയോഗം എന്ന് പറയുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ നോയമ്പ് കാലത്ത് നമ്മൾ നോയമ്പെടുക്കുന്നു. ഞാൻ പറഞ്ഞു, നമ്മൾ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുന്നു. പലരും മദ്യപാനം
ശീലമൊക്കെ ഉപേക്ഷിക്കുന്നു. പക്ഷേ ഇതിനൊക്കെ ഉപരിയായിട്ട് ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ്, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ്, സഭ നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതിലുപരിയായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രാർത്ഥന രീതികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ മാത്രമേ നമ്മുടെ ജീവിതം വിജയിച്ചു എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ നോയമ്പ് കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഉപേക്ഷിക്കേണ്ടത്, വർജിക്കേണ്ടതൊക്കെ വർജിക്കണം. അത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ അതിലുപരിയായിട്ട് ദൈവമേ, അങ്ങയോട് ചേർന്ന് നിന്നുകൊണ്ട് എൻ്റെ ജീവിതത്തെ എപ്രകാരമാണ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുക, ആ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുമ്പോഴാണ് ഞാൻ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ എനിക്ക് സാധിക്കുകയും അതനുസരിച്ച് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ജീവിത വിജയം നേടി എന്ന് പറയുവാനായിട്ട് എനിക്ക് സാധിക്കുക. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ നോയമ്പുകാലം നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു നോയമ്പുകാലമായിട്ട് നമുക്ക് കൊണ്ടാടാം. കാരണം കൊണ്ടാടാം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ആഘോഷിക്കുകയാണ്. അതാണ് നമ്മൾ പ്രത്യേകം പറയുക, ആഘോഷിക്കുകയാണ്. നോയമ്പായി കഴിഞ്ഞാലും പലരും പറയുക നോയമ്പുകാലം ആഘോഷിക്കുക എന്താണ്. അതുകൊണ്ടാണ് ഞാൻ പറയുക, നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ നോയമ്പുകാലം ആഘോഷിച്ചുകൊണ്ട് ദൈവത്തോട് കൂടുതൽ കൂടുതൽ അടുത്ത് നിന്നുകൊണ്ട് അവിടുന്ന് ആഗ്രഹിക്കുന്ന രീതി എന്താണോ എന്ന് അത് മനസ്സിലാക്കിയിട്ട് ദൈവം ജെറേമ്യ 29:11 പറയുന്നത് പോലെ നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. ദൈവമേ, എന്നെക്കുറിച്ചുള്ള പദ്ധതി അവിടുന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ വചനം 1 കൊറിന്ത്യർ 7:17 ദൈവത്തിൻ്റെ നിയോഗവും വിളിയും അനുസരിച്ച് ഓരോരുത്തരും ജീവിതം നയിക്കട്ടെ. ദൈവത്തിൻ്റെ വിളിയും നിയോഗവും അനുസരിച്ച്, ദൈവത്തിൻ്റെ വിളിയും നിയോഗവും അനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. അത് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം വിജയിച്ചു എന്ന് നമുക്ക് പറയുവാനായിട്ട് നമുക്ക് സാധിക്കുക. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് ഈ നോയമ്പ് കാലത്ത് ഈ ഒരു പ്രാർത്ഥനയിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയല്ല, അവിടുന്ന് എന്താണ് എൻ്റെ ജീവിത വിജയത്തിനായിട്ട് അവിടുന്ന് ആഗ്രഹിക്കുക, അതനുസരിച്ച് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഒരു കാര്യം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, അവിടുത്തെ വിളി അനുസരിച്ച് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ, എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ എൻ്റെ ജീവിതം വിജയിക്കും. അതനുസരിച്ച് സന്തോഷപ്രദമായൊരു ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് എനിക്ക് സാധിക്കും. ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. ഈ നോയമ്പുകാല ചിന്തകൾ അവസാനിപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമുക്ക് മധ്യസ്ഥയായിട്ട് എപ്പോഴും തിരുക്കുമാരനോട് കൂടെ ഉണ്ട് എന്ന വലിയ വിശ്വാസത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.